നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 596 596. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 596. 94-ാം സർഗം അക്രൂരൻ്റെ ഗോകുലയാത്ര എന്ന അതിമനോഹരമായ ഭക്തി ശ്രദ്ധയോടുകൂടി മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രതലത്തിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിലെ അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു? പരമാനന്ദ വൈവശ്യം പൂണ്ടനങ്ങാതെ നിൽക്കയോ എന്നൊന്നും അറിയുന്നില്ല മഹാഭാഗവതോത്തമൻ. കംസൻ്റെ കുതിരകൾക്ക് സ്പീഡ് പോരാ, അവർ സ്റ്റാൻഡ് സ്റ്റിലായിട്ട് നിൽക്കുകയാണോ എന്നൊരു സംശയം. ആർക്ക്? അക്രൂരന്, മഹാഭാഗവതോത്തമനായിരിക്കുന്ന അക്രൂരന്. അപ്പോൾ അതിൻ്റെ ശേഷം 19-ാമത്തെ ശ്ലോകത്തേക്ക് പോവുക. കാർവർണ്ണനുള്ളിൽ മിന്നീടും അദ്ദേഹം വഴി നീളവേ പരമപ്രേമമാർന്ന് ഈ മട്ട ഓർത്താൻ അത്യന്ത ഭാഗ്യവാൻ. ഇപ്പോൾ പരമാവധി ആൾക്കാർക്ക് ഭാഗ്യമില്ലാതെ കണ്ടിരിക്കാൻ അവരുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണില്ല. ഭഗവാൻ ഗുരുവായൂരോ തിരുവങ്കടത്തോ അല്ലെങ്കിൽ തിരുപ്പതിയിലോ ഒക്കെ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കണു. അതാണ് മായ. ആ മായയെ അതിക്രമിച്ച ആളാണ് അക്രൂരൻ. അതുകൊണ്ടാണ് പറഞ്ഞത് കാർവർണ്ണനുള്ളിൽ മിന്നീടും അദ്ദേഹം. ഇതാരാ പറഞ്ഞത്? വ്യാസരുടെ ഭാഗവതാണുള്ളത്. വ്യാസർ പറയണു അക്രൂരൻ്റെ മനസ്സിൽ ഭഗവാൻ മിന്നണു. പക്ഷെ നമ്മൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണില്ല. ബാലാഗ്രശതവാകസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള പ്രമാണപ്രകാരം ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് വ്യാസർ പറയണു. പക്ഷേ നമ്മളെ ഭഗവാനെ തേടിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾക്ക് വേണ്ടത്ര സാത്വിക ഗുണമില്ല. നമ്മുടെ രജോ ഗുണം തമോ ഗുണം അശാന്തയും മൂഢത്വമാണ്. അതായത് സാത്വിക ഗുണമാണ് ശാന്തത, ശാന്തി, ശാന്തം. അപ്പോൾ രജോ ഗുണം അശാന്തം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തമോ ഗുണോ മൂഢത്വം. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുക? അതുകൊണ്ട് കാർവർണ്ണനുള്ളിൽ മിന്നീടും അദ്ദേഹം വഴി നീളവേ പരമപ്രേമമാർന്ന് ഈ മട്ട ഓർത്താൻ അത്യന്ത ഭാഗ്യവാൻ. എത്രയോ കാലമായി ഉള്ളിൽ തിങ്ങി വിങ്ങിയിടും ആഗ്രഹം. തൻ്റെ കാമനകൾ പാടില്ല എന്ന് പറഞ്ഞത് എന്താണ്? ലൗകികമായിട്ടുള്ളത് പാടില്ല എന്നാണ് പറഞ്ഞത്. ആധ്യാത്മികമായിട്ടുള്ള കാമനകളാവാം. അതിലെ പ്രധാനമായിട്ടുള്ളത് എന്താ? എത്രയോ കാലമായി ഉള്ളിൽ തെങ്ങി വിങ്ങിയിടും ആഗ്രഹം ഇതാ സാധിക്കയാണ് എന്ന് ഭഗവത് കൃപയൊന്നിനാൽ. കർമ്മം കൊണ്ട് നടക്കില്ല. ഈശ്വരാധീനം കർമ്മം കൊണ്ടല്ല, ഭഗവത് കൃപ. അതായത് മറ്റുള്ളവരാൽ അധിക്ഷേപിക്കുമ്പോഴും നമ്മൾ ഭഗവത് സ്മരണയിൽ ഇരിക്കുമ്പോൾ ഭഗവാന് നമ്മളെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഒരു തോന്നൽ വരും. ഭഗവത് സ്മരണയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മൂർഖന്മാരെ അപഹസിക്കുമ്പോൾ, ചവിട്ടി തേക്കുമ്പോൾ, കാക്രിച്ച് തുപ്പുമ്പോൾ ഉണ്ടാവുന്നൊരു മനോവിഷമമുണ്ട്. ആ മനോവിഷമം അനുഭവിക്കുമ്പോൾ ഭഗവാന് പൊള്ളും. എൻ്റെ ഭക്തനെ ഞാൻ ഇനി അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാവാൻ സമ്മതിക്കില്ല, അവൻ്റെ യോഗക്ഷേമം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഭഗവാൻ പറയാണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഭഗവത് കൃപയൊന്നിനാൽ ഏകാന്തത്തിലിരുന്ന് ഉൾപൂമണി പീഠത്തിലങ്ങിനെ. വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. ഏകാന്തത്തിൽ ഇരുന്ന് ഉൾപൂ മനസ്സാകുന്ന മണിപീഠത്തിലങ്ങിനെ ചിതാകാശഗുഹയിൽ നർത്തം. ചിതാകാശഗുഹയിൽ ഭഗവാൻ എവിടെയാണ്? ഏകാന്തത്തിൽ ഇരുന്ന്. ആര്?
സാധകൻ ഞാനും നിങ്ങളും ഏകാന്തത്തിൽ ഇരുന്ന് ഉൾപ്പൂമണിപീഠത്തിലങ്ങിനെ മഹിതാത്മാക്കളെ എന്നെന്നും ഉപാസിക്കും മുകുന്ദനെ ഉപാസിക്കുന്ന ഋഷിമാർ മുഴുവൻ അകക്കണ്ണുകൊണ്ട് തൻ്റെ മനസ്സാകുന്ന മണിപീഠത്തിൽ ഇരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. 10 പൈസ വേണ്ട, ആർക്കും കൈക്കൂലി കൊടുക്കണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. മനസ്സിലുള്ള ആപൽ ശങ്കകളെ ബാണം കെട്ടി പുറത്തേക്കിടുക. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എൻ്റെ അപ്രമേയനായിരിക്കുന്ന, പ്രമേയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ശാശ്വതാവസ്ഥയിലിരിക്കുന്ന അനശ്വരനായിരിക്കുന്ന ഭഗവാന്റെ കസ്റ്റഡിയിലാണ് ഞാൻ. എന്നെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ ഏകാന്തത്തിൽ ഇരുന്ന ഉൾപ്പൂമണിപീഠത്തിലങ്ങിനെ മഹിതാത്മാക്കൾ എന്നെന്നും ഉപാസിക്കും മുകുന്ദനെ. ഒരു പ്രത്യേക ദിവസം വേണ്ട ആരെ ഉപാസിക്കാൻ? മഹിതാത്മാക്കൾ എന്നെന്നും ഉപാസിക്കും. സദാസേവ്യ സദാസേവ്യ എന്ന പ്രമാണം. ഭാഗവതം സദാസമയത്തും പഠിച്ചുകൊണ്ടിരിക്കണം. എന്തിന്? ഈ തൻ്റെ മനസ്സാകുന്ന മണിദീപത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ ദർശിച്ച് ആനന്ദമടയാൻ. മഹിതാത്മാക്കൾ എന്നെന്നും ഉപാസിക്കും മുകുന്ദനെ ആ തന്മന്ദസ്മിതച്ചേൽ ഒന്ന് ആസ്വദിപ്പാൻ ജഗത്തിൽ ഞാൻ ജീവിപ്പത് എൻ്റെ സർവസ്വമായോരാമുകിൽ വർണ്ണനെ. എന്താ പറഞ്ഞത്? ആർത്തൻ മന്ദസ്മിതച്ചേലൊന്ന്. ആ സകാരത്തിൽ വന്നിട്ടുള്ള ശ്രീകൃഷ്ണ പെരുമാളെന്ന് പറഞ്ഞാൽ ദി ഗ്രേറ്റസ്റ്റ്, ഒരു തമിഴ് വാക്കാണത്, പെരുമാൾ. അപ്പോൾ സകാരത്തിൽ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ശ്രീകൃഷ്ണനെ ആർത്തൻ മന്ദസ്മിതച്ചേലൊന്നാസ്വദിപ്പാൻ ജഗത്തിൽ ഞാൻ ജീവിപ്പത്. എൻ്റെ ജീവിതോദ്ദേശം തന്നെ ഇതാണ്. എനിക്കിത്ര കാലമായി, പ്രായമായി, ഇങ്ങനെ എന്താ പറയുക, ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എത്രയോ വർഷം മുമ്പേ ഞാൻ കംസഭൃത്യനായി തീർന്നു. എൻ്റെ ഉള്ളിൽ ഭഗവാനോടാണ് എനിക്ക് കൂറ്. സദാസമയത്ത് ഞാൻ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ വൃന്ദാവനത്തിലെത്തി. ഭഗവാൻ ബാലരാമനും ശ്രീകൃഷ്ണനും ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്ത് കൈപിടിച്ച് അവരുടെ അങ്കണത്തിൽ ഇട്ടിട്ടുള്ള ചപ്രമഞ്ചക്കട്ടിൽ എന്നെ പിടിച്ചിരുത്തും. എനിക്ക് കാല് കഴുകാനുള്ള വെള്ളം തരും, മുഖപ്രക്ഷാളനം ചെയ്യാൻ വെള്ളം തരും, കുടിക്കാനുള്ള വെള്ളം തരും. അവർ എൻ്റെ കാല് തലോടും. കാരണം പ്രായമുള്ളവരെ സദാസമയം സേവിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഈ കുട്ടികൾ. ഞാൻ ആരുടെ തിരുവാദ പത്മത്തിൽ ശരണം പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നുവോ അവരുടെ താമരത്തണ്ട് സദൃശമായിട്ടുള്ള അതികോമളമായ കൈകളാൽ അവർ എൻ്റെ പാദം തലോടി എൻ്റെ യാത്രാക്ഷീണം തീർക്കുന്ന. ഒന്ന് വിഭാവന ചെയ്ത് നോക്കൂ. അക്രൂരൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഒരു അരനിമിഷം അവിടെ നിന്ന് ഇറങ്ങി വരില്ല നമ്മൾ. അതുകൊണ്ടാണ് ആർത്തൻ മന്ദസ്മിത ചേലൊന്നാസ്വദിപ്പാൻ ജഗത്തിൽ ഞാൻ ജീവിപ്പതെൻ്റെ സർവസ്വമായൊരാ മുകിൽ വർണ്ണനെ. ദേവർഷി ഉപദേശിച്ച വിധം വേദാന്തവേദ്യനെ. വേദാന്തങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവനാണ് വേദാന്തവേദ്യനെ. ആര്? നാരദർഷി പറഞ്ഞിട്ടുണ്ട് എന്നോട്. ദേവർഷി ഉപദേശിച്ച വിധം വേദാന്തവേദനെ വേണുഗോപാല മന്ത്രത്തിൽ മിന്നും സച്ചിൽ കഴുമ്പന്. സച്ചിൽ ചിൽ ചിത്ത് ചിത്ത് സത് സത് വേണുഗോപാല മന്ത്രത്തിൽ വേണുഗോപാല മന്ത്രം
വേണുഗോപാലമന്ത്രത്തിൽ മിന്നും സച്ചിൽ കഴമ്പിനെ കോമളം കുഴലൂതിയിടും. കോമളം കോമളം കുഴലൂതിയിടും. കോമളം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കോമളമല്ല കേട്ടോ. അവിടെ കോമളം എന്നുള്ളത് ഒരു ഈ കുഴലൂതുക എന്നുള്ള ക്രിയേനെ വിശേഷിപ്പിക്കുന്നൊരു വാക്കാണ്. കോമളം കുഴലൂതിയിടും നന്ദവ്രജകുമാരനെ പീലിക്കിരീടവും പൊൻകിങ്ങിണിയും വനമാലയും അണിഞ്ഞ് വൃന്ദാരണ്യത്തിൽ കളിക്കും കമലാക്ഷനെ കാണുവാൻ പോകുകയാം ഞാൻ, ഇത് ഓർപ്പതേ വിശ്വമംഗളം. നമ്മൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ചാരുകസേലയിൽ ഇരുന്നിട്ടായാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ സെറ്റിയിൽ ഇരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, കാറിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും കുഴപ്പമില്ല, ഇനി വയ്യാത്ത അവസ്ഥയിൽ കട്ടിലുമ്പ് കിടക്കുകയാണെങ്കിലും ശരി. ഞാനിപ്പോൾ കംസൻ അയച്ച മണി തേരിൽ ഇരിക്കണു. കുറച്ച് നേരത്തിന് ഞാൻ അക്രൂരനാണെന്നാണ് ഭാവിക്കുക. എന്നിട്ട് ഈ ശ്ലോകത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തു നോക്കൂ. നേരെ നമ്മൾക്ക് എവിടെ പോവാം? വൈകുണ്ഠത്ത് പോവാം. എന്താ അവിടെ പോയാൽ? കുണ്ഠിതമില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. നമ്മുടെ മനസ്സിനെ വൈകുണ്ഠമാക്കി ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു? അണിഞ്ഞു വൃന്ദാരണ്യത്തിൽ കളിക്കും കമലാക്ഷനെ കാണുവാൻ പോകുകയാം ഞാൻ, ഇത് ഓർപ്പതേ വിശ്വമംഗളം. വിശ്വത്തിന് മംഗളമായിട്ടുള്ളതാണ്, പ്രീതിജനകമാണെന്നർത്ഥം. ഭഗവത് ശരണാംബോജധ്യാനം. സദാസമയത്തും ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ സ്വന്തം മനോപത്മത്തിൽ വെച്ച് ആരാധിക്കുക. ഭഗവത് ശരണാംബോജധ്യാനം സാധിച്ചിടായകയാൽ എത്രയോ ദിവസം കണ്ണീരൊഴുക്കി ധാരധാരയായി. എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല സകാരത്തിൽ. ഞാൻ ഇതുവരെ നിരാകാരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അന്തിമ ഫലമാണ് എനിക്കിപ്പോൾ സകാരത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായി അർത്ഥം? നിരാകാരത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സകാരത്തിൽ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിവക്ഷ നമ്മൾക്ക് ഉൾക്കൊള്ളണം. നിരാകാരത്തിൽ ഭഗവാന് അംഗപ്രത്യംഗങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പാദാദികേശം കേശാദിപാദം ഭഗവാനെ സ്മരിക്കുക. അതിൽ ചിത്തം ഉറച്ചു കഴിഞ്ഞാൽ ഒരു സുദിനത്തിൽ നമ്മൾ സകാരത്തിൽ ഭഗവാനെ കാണും. കാണുന്നവരൊക്കെ ഭഗവാൻ കൃഷ്ണനായിട്ട് തോന്നും നമ്മൾക്ക്. ഓരോ ചരാചരങ്ങളിലും ഒരു അരയാലിൽ എത്ര ഇലകളുണ്ടോ അതിലെല്ലാം ആ ഗോപാലകൃഷ്ണൻ ഭഗവാൻ തൻ്റെ തള്ളവിരൽ പാനം ചെയ്യുന്നതായിട്ട് ഒന്ന് വിഭാവന ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിൽ വേറെ പാപങ്കലമായുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇതങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ ക്ലീനായിട്ട് പോവും, പുറത്ത് പോവും. അപ്പോൾ ഭഗവത് ശരണാംഭോജധ്യാനം സാധിച്ചിടായകയാൽ എത്രയോ ദിവസം കണ്ണീരൊഴുക്കി ധാരധാരയായി ഇന്നോ നേരിട്ടു നാഥൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം കണ്ട് അലിഞ്ഞ് ആനന്ദാശ്രുപൂർണാക്ഷനാകയാം. ഇന്നോ നേരിട്ടു നാഥൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം. ഐശ്വര്യമുള്ള മുഖം, ഇത്ര ഐശ്വര്യമുള്ള മുഖം വേറെ ആർക്കുമില്ല. ശ്രീമുഖം കണ്ട് അലിഞ്ഞ് പൂർണാക്ഷനാകയാം. ഇന്നോളം വന്ധ്യമായി തന്നെ തീർന്നൊരെൻ്റെ ജീവിതദ്രുമം. എൻ്റെ ജീവിതദ്രുമം വന്ധ്യമായി എന്ന് പറഞ്ഞ എന്താർത്ഥം? മുട്ടിട്ടിട്ടില്ല എന്നർത്ഥം. ഇന്നോളം കുരമ്പലം മലത്തിൽ നടന്നു. ഇന്നോളം വന്ധ്യമായി തന്നെ തീർന്നൊരൻ ജീവിതദ്രുമം. ഞാൻ ഇത്ര കാലം എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് കംസൻ്റെ മന്ത്രിയായിട്ട് ഇരുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ? ഈശ്വരോപാസനാണ്. അതുണ്ടോ ആ ദുഷ്ടൻ അറിയണോ? അറിയില്ല. പറയാൻ പറ്റുമോ? തല പോവും. അപ്പോൾ ഇന്നോളം വന്ധ്യമായി തന്നെ തീർന്നവരൻ ജീവിതദ്രുമം. ദ്രുമം പൂമരെന്നാണ് അർത്ഥം പറയാം. ഭഗവത് കൃപയാൽ പൂത്തു ഫലസമ്പുഷ്ടമാകയാം. ഭഗവാന്റെ തൃക്കൺ പാക്കൽ കൃപാകടാക്ഷം ഉണ്ടായാൽ
പൂക്കാത്ത മരം പൂക്കും, നല്ല സ്വാദുള്ള ഫലങ്ങൾ കിട്ടും. നമ്മൾ എത്ര വളമിട്ടിട്ടും എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല. ഭക്തിയാകുന്ന ധ്രുമം, മരം, ചെടി എന്തു തന്നെ ആയിക്കോട്ടെ, അത് പൂത്ത് ഉല്ലസിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. അതിന് നിരന്തരം അച്യുതാനന്ദ ഗോവിന്ദ മാധവ കേശവ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ എന്നിങ്ങനെ വിളിച്ച് ആനന്ദക്കണ്ണീരൊഴുക്കേ നിവർത്തിയുള്ളൂ. കാരണം വി ആർ ഹെൽപ്ലെസ്. നമ്മൾ ഈച്ച് ആൻഡ് എവരിബഡി ഈസ് ഹെൽപ്ലെസ്. പക്ഷെ ദി മൊമെൻ്റ് ഈശ്വരാധീനം വരാൻ തുടങ്ങിയാലോ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇതേപോലെ തന്നെ അച്യുതാനന്ദ ഗോവിന്ദ കേശവ മാധവ പാടിക്കൊണ്ടിരിക്കാൻ. വേണ്ട ഒരു വഴി കൂടെ പോണ ആൾക്കാർ നമ്മളെ ഭ്രാന്തനായി കരുതിയാലും നമ്മുടെ നാലുപുറമുള്ള മരങ്ങളും ചെടികളും കല്ലും മണ്ണും ഒക്കെ ജീവനുള്ളവയാണെന്നുള്ളത് ബോധം നമുക്കുണ്ടാവണം. അവർ നമ്മളെ ബ്ലെസ് ചെയ്യും. അങ്ങനെയാണ്. ചിലവർക്കുണ്ട് 4 ആൾ ഒപ്പുണ്ടെങ്കിലേ നാമം ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഏകാന്തതയിൽ വേണം. ഇവിടെ പറയുണ്ടായി ഏകാന്തതയിൽ വായിക്കണ്ടായി. അപ്പം നമ്മുടെ ദുരാഭിമാനത്തിനെ പുറത്തേക്കിട്ട് ആത്മാഭിമാനം, ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള അഭിമാനം ഉണ്ടാവാം. അപ്പോൾ ഫലസമ്പുഷ്ടമാകയാം പുണ്യത്താൽ മാത്രം മുളവാം പുതുതായൊരു ജീവിതം. പുണ്യത്താൽ മാത്രം, പാപം കൊണ്ടുണ്ടാവില്ല. പുണ്യത്താൽ സജ്ജനങ്ങളെ കാണുമ്പോൾ നീണ്ടു നിവർന്ന് നമസ്കരിക്കുക, തലയ്ക്ക് മീതെ കൈ വെച്ചിട്ട് അഞ്ജലീബന്ധം ചെയ്യുക. അതിപ്പോൾ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി. നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ഒരാളെ കണ്ടാൽ കൈ പൊങ്ങുമോ തൊഴാൻ? രക്ഷപ്പെട്ടു. ആ കൈ പൊക്കണത് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. ഭഗവാന്റെ പ്രേരണ ഇല്ലെങ്കിൽ കൈ പൊങ്ങില്ല. ഞാൻ വളരെ ബ്ലെസ്സഡാന്ന് പറയാൻ കാരണം എന്താ, 2019 അഷ്ടമിരോഹിണി സംബന്ധിച്ച് ഗുരുവായൂർ അമ്പലത്തിലെ നാരായണ ഭട്ടതിരി ഹാളിൽ വെച്ചിട്ട് ദേവസ്വം സപ്താഹത്തിൻ്റെ 2ാം ദിവസം 2019. അപ്പോൾ 20, 21, 22, 23, 24 5 വർഷം മുമ്പേ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ അർത്ഥം പറയാം. ആദ്യത്തെ ദിവസം ഭാഗവത ഗോകുലം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രഭാഷണം. 2ാം ദിവസം 2 to 3 എല്ലാവരും ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ്. കുറച്ചാൾക്കാരേ ഉള്ളൂ കേൾക്കാൻ. പക്ഷേ ഞാൻ മുഴങ്ങോട്ടുവിള കൃഷ്ണപ്പിള്ളയുടെ ഭാഗവതവും പിന്നെ എഴുത്തച്ഛൻ്റെ ഭാഗവതവും പിന്നെ എന്താണ് പറയുക കൊല്ലങ്കോട് പിന്നെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഗവതമൊക്കെ കോപ്പി ചെയ്തു, ഈ ചതുശ്ലോകീയ ഭാഗവതം. എന്നിട്ട് 1 മണിക്കൂറോട് പ്രഭാഷണം ചെയ്തു തന്നെ. ഞാൻ അപ്പോഴാണ് ഒരു തിരുമേനി ബാക്ക് സ്റ്റേജിലേക്ക് വന്ന് തലയിൽ കൈയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, മിടുക്കൻ, ഞാൻ ഇന്ന ആളാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ആധ്യാത്മിക ഹാള് എഴുതി വാങ്ങി, അതായത് കാശ് കൊടുത്ത് സ്ലോട്ട് വാങ്ങി നാരായണ ജപ മാഹാത്മ്യം എന്ന ഒരു സബ്ജക്റ്റ് താൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ എവറസ്റ്റ് കയറി കൂടുതലായി. ഞാനോ ഒരു പൂണോൽധാര്യമൊന്നുമല്ല. ഒരു പൂണോൽ ധരിച്ച് ഒരു സിമ്പിളായിട്ടുള്ളൊരു തിരുമേനി നാരായണ എന്ന 4 അക്ഷരത്തിൻ്റെ മാഹാത്മ്യം പറയണം എന്ന് പറയിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അന്തര്യാമിയാണല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. വെട്ടമ്മാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൽ ഈ ആൽഫബറ്റിക് ഓർഡറിലാണ്.
അപ്പോൾ ആ ഓരോ ആൽഫബറ്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കോപ്പി ചെയ്തു. നകാരം, രകാരം, യകാരം, നകാരം. അതിൻ്റെ അർത്ഥം വളരെ കേമാണേ, ഇനി അതുമുള്ള പറയാം. അങ്ങനെ 7:45 ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. മുകളിൽ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അദ്ദേഹം നേരെ താഴ്ത്തിറങ്ങിയിട്ട് ഈ സീനിയർ സിസ്റ്റേഴ്സിൻ്റെ ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ. എല്ലാവരും വിളിച്ച് പറയാം, പട്ടാമ്പി രാജഗോപാലൻ ഭാഗവത ഭക്തദാസൻ്റെ നാരായണ ജപമാഹാത്മ്യം പ്രഭാഷണം ഇതാ തുടങ്ങാൻ പോവായി, നിങ്ങൾ 10 ആൾ വരെ ഇരിക്കും. ഭഗവാൻ അദ്ദേഹത്തിൽ ആവേശം കൊള്ളിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് 10 ആളെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 10 ആൾ ഞങ്ങൾ തന്നെ ഉണ്ട്. അതായത് ഞാൻ സ്റ്റേജിൽ എൻ്റെ ഭാര്യ, എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, എൻ്റെ ചേട്ടൻ, ചേട്ടത്തിയമ്മ, എൻ്റെ കണ്ണ് കാണാത്ത പെങ്ങൾ, വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രഭാഷണം 4 മണിക്കൂർ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞു, താൻ ആ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ കടലാസ് എനിക്ക് തിരിച്ചു ചോദിച്ചു. എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തു, കാരണം എൻ്റെ എല്ലാം റഫ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭഗവാന്റെ ആ 4 അക്ഷരത്തിൻ്റെ മാഹാത്മ്യം വേറൊരാൾക്ക് ഉപദേശിക്കല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുക. അദ്ദേഹം അത് വായിച്ച് ആനന്ദക്കണ്ണീർ ഒഴുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ബ്ലെസ്സറാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് നടന്നതെന്നാ 2020 ഫെബ്രുവരി 19 ഒരു ബുധനാഴ്ച ഏകാദശി ദിവസം. ഇത് ഞാൻ എത്രയോ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊറോണ സ്പ്രെഡ് ചെയ്ത് ഒരു നിവൃത്തിയില്ലാതെ കണ്ട. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓട്ടം, ഒരു വണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ കർക്കിടക മാസത്തിൽ 110ാമത്തെ പിറന്നാൾ എൻ്റെ ഗുരുനാഥൻ്റെ. ഞാൻ ചെറുതായിട്ടൊരു ഫ്ലക്സൊക്കെ അടിച്ച് വീട്ടിലൊരു സമ്പൂർണ്ണ നാരായണീയം ഉണ്ടാക്കി. അന്ന് ഞാനൊരു 29,000 ഉറുപ്പിക ചിലവാക്കിയിട്ടൊരു PA സിസ്റ്റം വീട്ടിൽ വാങ്ങി നാരായണീയത്തിൽ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക? അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ശിവപുരാണം വായിക്കാൻ തുടങ്ങി. 5 പ്രാവശ്യം ശിവപുരാണം വായിച്ച് ഞാൻ ഭഗവാനെ സമർപ്പിച്ചു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തുള്ള കുരുവമ്പലം ശിവക്ഷേത്രത്തിൽ പ്രിസൈഡിങ് ഡൈറ്റി കുരുവമ്പലത്തപ്പൻ പരമശിവന്. പിന്നെ എന്താണെന്ന് പറയുക, ദേവീഭാഗവതം മൂലം വായിച്ചു. പിന്നെ 2 പ്രാവശ്യം സ്കന്ദപുരാണം 7 ദിവസത്തെ വായിച്ചു. പിന്നെ ഭാഗവതം 3 or 4 ആവർത്തിക്കുമ്പോഴാണ് അത് നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ നാരായണ കവചം എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ആദ്യം മുതൽക്ക് സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ പിന്നെ ഭാഗവതം വെച്ച് 662 എപ്പിസോഡ് ഞാൻ ലാവിഷായിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ധാരാളമായി. ഐ ആം എന്താണെന്ന് പറയാം, വെൽ ബ്ലെസ്. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ കഥാമൃതം. ഇപ്പോൾ ഒരു 85 മൂലം ഭാഗവതം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ ഒരു തുളസീതളം എന്നുള്ളൊരു ഗ്രൂപ്പുകാർ ഇൻസിസ്റ്റ് ചെയ്യുക കാരണം തുടങ്ങി. അവരപ്പോൾ ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒത്താശകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാണ്ട് എങ്ങനെയാണ് അവസാനിപ്പിക്കുക? അപ്പോൾ ഇന്നോളം വന്ധ്യമായി തന്നെ തീർന്നൊരൻ ജീവിത ധ്രുമം സഫലമായി എന്നാണ് ഞാൻ പറഞ്ഞതേ. അല്ലെങ്കിൽ ആരെ എന്നെ അറിയാം? ഭഗവത് കൃപയാൽ പൂത്തഫല സമ്പുഷ്ടമാകയാം പുണ്യത്താൽ മാത്രമുളവാം പുതുതായൊരു ജീവിതം ആരംഭിക്കുകയാണ് ഇന്ന് എൻ ജന്മം സഫലമാകയാം. കംസൻ്റെ പിടിവിട്ട് എൻ്റെ കാർവർണ്ണൻ്റെ പാദാംബുജം പരമോദാരം പരമമായ ഉദാരം എന്നേക്കും ആശ്രയിക്കുകയാണു ഞാൻ. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണിത്. എന്താ? കംസൻ്റെ പിടിവിട്ട് എന്ന് പറഞ്ഞാൽ രാക്ഷസീയതയുടെ പിടിയിൽ നിന്ന് നമ്മൾ തന്നെ മോചിപ്പിച്ച് കാർവർണ്ണൻ്റെ പാദാംബുജം തിരുപാദപത്മങ്ങളെ പരമോദാരമെന്നേക്കും പരമമായ ഉദാരം ഭഗവാന്റെ ഉദാര മനസ്സുണ്ടെങ്കിലേ നമ്മൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ.
പരമോദാരമെന്നേക്കും ആശ്രയിക്കുകയാണു ഞാൻ ഇരുൾ വിട്ട്. എൻ്റെ മനസ്സിലുള്ള ഇരുട്ട് അന്ധകാരമൊക്കെ പോയി, അജ്ഞാനമൊക്കെ പോയി, വെളിച്ചത്തിലേക്ക് പോകുന്ന പോലവേ. അക്രൂരൻ്റെ വാക്കുകളെ നമ്മൾക്ക് കടമെടുക്കാം. ഇരുൾ വിട്ട് വെളിച്ചത്തിലേക്ക് പോകുന്ന പോലവേ, പാപത്തിൽ നിന്ന് പുണ്യത്തിലെത്തിച്ചേരുന്ന പോലവേ, ദുസ്വപ്നം കണ്ടു കേടുന്നോൻ ഉണരുന്നത് പോലവേ. ദുസ്വപ്നം, ആന കുത്താൻ വരുന്നു, പശു കുത്താൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പുതപ്പും പായൊക്കെ എടുത്ത് ഓടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ ഞാൻ വളരെ സമ്പന്നനാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ റിട്ടയർമെൻറ്റിൻ്റെ ശേഷം, ഈ ഭാഗവതം വായിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഉറക്കം അത് കടന്നാൽ മതി, ഉറങ്ങും, നീക്കേണ്ട സമയമായി നീക്കും. പക്ഷേ എൻ്റെ അച്ഛൻ 73 എൻ്റെ ഏട്ടൻ ഒരു കത്തെഴുതിയിട്ട്, അച്ഛന് എനിക്ക് രാത്രി ഉറക്കം വരണില്ല, പേടി സ്വപ്നം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനൊരു മറുപടി അയച്ച കത്ത് എൻ്റെ കയ്യിൽ കിട്ടി, സംഗതി വശാൽ. അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട്, താനൊരു കാര്യം ചെയ്യാം, ദുസ്വപ്ന ദുശകുന എന്ന് പറഞ്ഞിട്ടൊരു 4 വരി ശ്ലോകം ഉണ്ട്, എനിക്ക് ബൈഹാർട്ട് അറിയില്ല, അത് ചില്ല. എന്നിട്ട് 108 പ്രാവശ്യം നാരായണ 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 എന്ന് കയ്യിൻ്റെ വിരലിൽ എണ്ണ. 108 കഴിഞ്ഞാൽ പിന്നെ എണ്ണണ്ട, നാരായണ 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 എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക, താൻ തന്നെ ഉറങ്ങിക്കോളുന്ന. ഞാനത് പ്രാക്ടീസ് ചെയ്തു. ഇപ്പോഴും ചില വൈവിധ്യങ്ങൾ വരും മനസ്സിൽ. ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം, വേണ്ടപ്പെട്ടവരുടെ കൊസറാകൊള്ളിത്തറ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായിന്ന് വരാം. പക്ഷെ ഞാനെന്ത് ചെയ്യും, നാരായണ 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 ജപിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങാൻ. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇരുൾ വിട്ട് വെളിച്ചത്തിലേക്ക് പോകുന്ന പോലവേ, പാപത്തിൽ നിന്ന് പുണ്യത്തിലെത്തിച്ചേരുന്ന പോലവേ, ദുസ്വപ്നം കണ്ടു കേഴുന്നോൻ ഉണരുന്നത് പോലവേ, മരിച്ചു പോയവൻ വീണ്ടും ജീവിക്കുന്നത് പോലവേ. അല്ലേ, ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ, മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചുടാൻ വേണ്ടിയിട്ട് പറകിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുമ്പോൾ കാണാൻ കാലൊന്നും അനങ്ങണത്, ആൾക്കാർ ഓടി പേടിച്ചിട്ട് ഇയാൾ എണ്ണീട്ട് വന്നിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ മരിച്ചു പോയവൻ വീണ്ടും ജീവിക്കുന്നത് പോലവേ, ദുർവൃത്തന് മഹൽ സംഘഭാഗ്യം കൈവന്ന പോലവേ. അതാണ്, നമ്മളൊക്കെ ദുർവൃത്തന്മാരായിരിക്കാം ഒരു കാലത്ത്, പക്ഷേ മഹൽ സംഘഭാഗ്യം, സത്സംഗഭാഗ്യം ഉണ്ടായിട്ട് നമ്മൾ കൃഷ്ണാരാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറയാൻ തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുവരെ നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. ഇത് തുടങ്ങിയാൽ നമുക്ക് ഭഗവാന്റെ സാമീപ്യത്തിലാണ് നമ്മളെ എന്നൊരു ബോധം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ദുർവൃത്തന്നു മഹൽ സംഘഭാഗ്യം കൈവന്ന പോലവേ, ഇല്ലാത്തതിൻ മോളിൽ മിന്നും ഉണ്മ കണ്ടതുപോലവേ. അത് വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. ഇല്ലാത്തതിൻ മോളിൽ മിന്നും ഉണ്മ കണ്ടതുപോലവേ. അതായത് സത്യത്തെ കണ്ടാൽ നമ്മൾ രക്ഷപ്പെടുന്നതാണ്. സത്യം എന്താ? സത്യം എന്ന് പറഞ്ഞത് ഈശ്വരൻ സർവജീവ ഗുഹാശയനായിട്ട് നമ്മുടെ ചിതാകാശ ഗുഹയിൽ ഇരിക്കണമെന്നുള്ളൊരു വസ്തുത ബോധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവിടെ ഓടി ഇവിടെ ഓടി തന്ത്രി പൂജയ്ക്ക് പോവും. മാസത്തിൽ 29 ദിവസം പൂജ ചെയ്യണമെന്ന് വിശ്വാസമില്ല, എന്നിട്ട് തന്ത്രി പൂജയ്ക്ക് നമ്മൾ പോവും. ഈ 29 ദിവസം അദ്ദേഹം ആരാധിക്കുന്ന വിഗ്രഹത്തിൽ തന്നെയാണ് തന്ത്രിയും വന്ന് ആരാധിക്കുന്നത്. അപ്പം അപക്വമതികൾ, പക്വതയില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ. പക്വതയില്ലാന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കുകയാണ്. തന്ത്രി പൂജയ്ക്ക് 300 ആൾ 100 റുപ്യ പ്രകാരം പൂജിച്ചാൽ, അല്ല റെസീറ്റാക്കിയാൽ 3000 റുപ്യയായി. നാളികേര വീണത്. അപ്പോൾ ഇല്ലാത്തതിൻ മോളിൽ മിന്നും ഉണ്മ കണ്ടതുപോലവേ, അഹന്ത വിട്ട് ഈശ്വരനോടടുക്കുന്നത് പോലവേ. അഹന്ത വിട്ട് ഈശ്വരനോടടുക്കുന്നത് പോലവേ, മിഥ്യതൻ കൂടുവിട്ട്, മിഥ്യയുടെ കൂടുവിട്ട് ഏതോ സത്യത്തിൻ വാനിലേക്കു ഞാൻ, സത്യമാകുന്ന ആകാശത്തിലേക്ക് ഞാൻ ഉയരണു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ മിഥ്യ തൻ കൂട് വിട്ട് ഈ തത്തേനെ വളർത്തുന്ന കൂട് എത്ര ചെറുതാ, അത് കൂടാണ്ട് വിട്ടാണ്ട് മൂപ്പര് ജീവനും കൂട്ടിയിട്ട് ഓട്ടം മേൽപോട്ട് പാറിപ്പോവുന്നത്. അതേപോലെ മിഥ്യയാകുന്ന കൂട്ടിൽ തളച്ചിട്ട ജീവനെ സത്യത്തിൻ വാനിലേക്ക്, സത്യമാകുന്ന വാനിലേക്ക്, പരിമിതികളില്ലാത്ത വാനിലേക്ക് പാറി പറന്നുയർന്നിടും. നമ്മൾക്ക് സാധിക്കും എന്ത്? പാറി പറന്നുയർന്നിടും വിധം ആനന്ദമേൽക്കയാം. ആനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. ആനന്ദം ഇല്ലാത്തവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ നഷ്ടക്കച്ചവടത്തിൽ ദുഃഖിച്ചിരിക്കണ മനസ്സിലുണ്ടാവും. അപ്പോൾ പാറി പറന്നുയർന്നിടും വിധം ആനന്ദമേൽക്കയാം ഋഷീശ്വരന്മാരണയുന്നതേ മാർഗത്തിൽ ആണ് ഇത്. ഋഷീശ്വരന്മാരണയും അതേ മാർഗത്തിലാണ് ഇത്. അപ്പോൾ മാർഗത്തിലാണ് ഇതാണെന്നാണ്. അപ്പോൾ എനിക്കിവിടെ നിർത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതേ മാർഗത്തിലാണ് ഇത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത് എന്താ? ഈശ്വരീയത മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഏവർക്കും ശ്രീഹരിയുടെ കൃപാകടാക്ഷം നിർവിഘ്നമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.